നമസ്തേ. അയ്യപ്പ തീർത്ഥാടകർക്ക് ആശ്വാസമായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപം വിപുലമായ സൗകര്യത്തോടുകൂടി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അയ്യപ്പ സേവാ കേന്ദ്രം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഗണേശൻ നമ്പൂതിരിയുടെയും വാഴപ്പിള്ളി കേശവൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം രാവിലെ നടന്നു. ശേഷം മാർഗദർശക് മണ്ഡലം കേരള ഘടകം ജനറൽ സെക്രട്ടറി സ്വാമി സൽസ്വരൂപാനന്ദ സരസ്വതി തുളസി തൈ നട്ട് ഉദ്ഘാടന കർമ്മത്തിന് തുടക്കം കുറിച്ചു. മാർഗദർശക് മണ്ഡലം കേരള ഘടകം ജനറൽ സെക്രട്ടറി സ്വാമി സൽസ്വരൂപാനന്ദ സരസ്വതി ദീപപ്രോജ്വലനം നടത്തിയ ചടങ്ങിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയ ജോയിന്റ് ജനറൽ സെക്രട്ടറി കെ സ്ഥാണു മാലയൻ ഉദ്ഘാടന പ്രഭാഷണം നടത്തി. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തനത്തില് ധർമ്മയാത്ര എന്ന ഒരു ഭാഗമുണ്ട്. ഹിന്ദു സമാജത്തിന്റെ നിത്യജീവിതത്തില് തീർത്ഥയാത്രകൾക്ക് പ്രാധാന്യമുള്ളതാണ്. കാശി രാമേശ്വര യാത്ര, അതേമാതിരി പ്രയാഗ യാത്ര, കൈലാസ് യാത്ര, ചതുർധാം യാത്ര, അതേപോലെ ഇരിക്കുന്ന ജ്യോതിർലിംഗ യാത്ര, 108 വൈഷ്ണവ ക്ഷേത്ര യാത്ര, ഇങ്ങനെ പലതരത്തിലുള്ള യാത്രകളും ഹിന്ദു സമാജത്തിന്റെ ജീവിതത്തിലുണ്ട്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ 2ാം പ്ലാറ്റ്ഫോമിൽ അടിപ്പാതയോട് ചേർന്ന് 42 സെന്റ് സ്ഥലത്താണ് സേവാകേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. ഒരേ സമയം 500 അയ്യപ്പന്മാർക്ക് വിരിവെക്കാൻ സാധിക്കുന്ന രീതിയിലാണ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഭജന മണ്ഡപം, ഗോശാല, മെഡിക്കൽ സൗകര്യം, ആംബുലൻസ് സർവീസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ശബരിമല തീർത്ഥാടനത്തിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന അയ്യപ്പ ഭക്തർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാർഗദർശക് മണ്ഡലം കേരള ഘടകം ജനറൽ സെക്രട്ടറി സ്വാമി സൽസ്വരൂപാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. നമ്മുടെ പൂർവ്വകാലത്ത് വേദങ്ങൾ മുതൽ ധർമ്മത്തിൽ കൂടി തുടങ്ങി നമ്മൾ കേരളത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയുടെ പശ്ചാത്തലത്തിൽ വരുമ്പോൾ ഈ ഏകോപനത്തിന്റെ മുഖ്യ ഒരു ഉപാധി അല്ലെങ്കിൽ ആശ്രയ വസ്തു, ആശ്രയ സ്ഥാനം എന്ന് പറയുന്നത് അയ്യപ്പൻ തന്നെയാണ്. അയ്യപ്പന്റെ പേര് നമ്മൾ എല്ലാവരും ഒന്നിക്കും. ദക്ഷിണേന്ത്യ മാറി ഭാരതവർഷം മുഴുവൻ ഒന്നിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഭാരതത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ അയ്യപ്പന്മാർ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിരുന്നു. അപ്പൊ ആ ഒരു കേന്ദ്രം വഴി തന്നെ നമുക്ക് വലിയ ഒരു ഐക്യം സമാജത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ള വലിയ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി വി.ആർ. രാജശേഖരൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ക്ഷേത്രീയ സംഘടനാ സെക്രട്ടറി കേശവരാജു, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രസന്ന ബാഹുലേയൻ, അയ്യപ്പ സേവാ സമാജം സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി, ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി വി കെ ചന്ദ്രൻ, മുതിർന്ന സംഘപ്രചാരകനായ എം കെ ദിവാകരൻ, മാതൃശക്തി സംസ്ഥാന സംയോജിക മിനി ഹരികുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. അനുഷ്ഠാനങ്ങൾ മുറുകെ പിടിച്ച് വ്രതത്തോടെയുള്ള തീർത്ഥാടന യാത്രകൾ എക്കാലവും ഹൈന്ദവ സംസ്കൃതിയുടെ ഭാഗമാണ് എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയ ജോയിന്റ് ജനറൽ സെക്രട്ടറി ജി സ്ഥാണു മാലയൻ പറഞ്ഞു. തീർത്ഥാടക ലക്ഷ്യങ്ങളെ അപമാനിക്കുന്ന നടപടികളിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്തിരിഞ്ഞില്ല എങ്കിൽ ശക്തമായ പ്രതികരണം ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഉണ്ടാകും എന്ന് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി മുന്നറിയിപ്പ് നൽകി. പോലീസുകാർ കാണിക്കുന്നത് വിശ്വംഭൂഷിച്ചാണ് ഇടപെടുന്നത്. പൊന്ന് 18-ാം പടി, അവിടെ ശ്രീകോവിലിന്റെ അതേ പ്രാധാന്യമാണ് 18-ാം പടിയുള്ളത്. അവിടെ 3 ശ്രീചക്രങ്ങളാണ് ശബരിമലയിലുള്ളത്. ശ്രീകോവിലിനുള്ളിൽ ഒരു ശ്രീചക്രമുണ്ട്, 18-ാം പടിയിൽ ഒരു ശ്രീചക്രമുണ്ട്. അതുപോലെ ഭഗവാൻ അയ്യപ്പസ്വാമി ദീപസമാധി കൊണ്ട് മണിമണ്ഡപത്തിൽ ഒരു ശ്രീചക്രമുണ്ട്. അത്രയും ഒരു ശ്രീചക്രം സൂക്ഷിച്ചിരിക്കുന്ന ആ 18-ാം പടിയിൽ നിന്നിട്ടാണ് ഫാഷൻ പരേഡ് നടത്തിയിരിക്കുന്നത്. അതൊരു നോക്കി, ഒരു അയ്യപ്പനിൽ അല്പമെങ്കിലും ഭക്തിയുള്ള ആ ഈശ്വര വിശ്വാസിയായ ഒരാൾ അതിന് ചെയ്യുമോ? ആ 18-ാം പടിയിൽ നിന്ന് അയ്യപ്പനിൽ പുറത്തിരിഞ്ഞ് ഫോട്ടോ എടുക്കുമോ? അപ്പൊ ഇന്നത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ഈ പോലീസുകാരെ അത്രയും അവിടെ നിയമിക്കുന്നത് വിശ്വാസികളല്ലാത്തവരെ. അവരുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, അയ്യപ്പന്മാർക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, അത് നമ്മുടെ ഹിന്ദു സമാജം ഇനി ഇക്കാര്യത്തിൽ വീണ്ടും ഒരു 2018 ആവർത്തിക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. അമർനാഥിലേക്കും തിരുപ്പതിയിലേക്കും പഴനിയിലേക്കും കാശിയിലേക്കും കന്യാകുമാരിയിലേക്കും ഒക്കെ
ആചാരപരമായാണ് തീർത്ഥാടന യാത്രകൾ നടത്തപ്പെടുന്നത്. എല്ലാ ക്ഷേത്രങ്ങൾക്കും ഓരോരോ അനുഷ്ഠാനങ്ങളുണ്ട്. അവയറിഞ്ഞാണ് തീർത്ഥാടന യാത്രകൾ നടത്തപ്പെടുന്നത്. ശബരിമലയിലെ അനുഷ്ഠാനങ്ങൾ മനസ്സിലാക്കിയും വ്രതം നോറ്റുമാണ് കേരളത്തിന് പുറത്തുനിന്നും തീർത്ഥാടകർ അത്രയും എത്തുന്നത്. അവർക്ക് വേണ്ടി പൂർത്തിയാക്കി സമർപ്പിച്ചിരിക്കുന്ന സേവാ കേന്ദ്രം ഭഗവാന്റെ ഇച്ഛയുള്ളത് കൊണ്ടാണ് ഒരുപാട് പ്രതിസന്ധികളെയും അതിജീവിച്ച് യാഥാർത്ഥ്യമായിരിക്കുന്നത് എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ പറഞ്ഞു. ശബരിമലയുടെ അവകാശങ്ങളിൽ, ഊരാടുന്ന അവകാശങ്ങളില് വളരെയധികം പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഏതാണ്ട് 90% അവകാശങ്ങളും നിക്ഷിപ്തമായിരുന്ന കുടുംബങ്ങൾ ശബരിമലയിൽ ഭഗവാൻ വിലയം പ്രാപിച്ച ആദ്യത്തെ മേൽശാന്തി അത് ചെങ്ങന്നൂരിൽ നിന്നായിരുന്നു. അവസാനം വന്യമൃഗങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യ, പന്തളം കൊട്ടാരത്തിൽ നിന്നും ശബരിമലയുടെ അധികാര അവകാശങ്ങള് തിരുവിതാംകൂർ മഹാരാജാവിലേക്ക്, കവടിയാർ കൊട്ടാരത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ച സാഹചര്യത്തിലാണ് ഈ കുടുംബാംഗങ്ങള് കൊട്ടാരത്തിൽ ചെന്ന് മഹാരാജാവിനെ മുഖം കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോഴാണ് വാസ്തവത്തില് ഇപ്പോഴത്തെ തന്ത്രി കുടുംബം ആ സ്ഥാനം ഏറ്റെടുക്കുന്നതും പിന്നീട് ഇങ്ങോട്ട് കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നതുമായ സ്ഥിതിവിശേഷം. അതോടൊപ്പം തന്നെ ചെങ്ങന്നൂരിലെ അയ്യപ്പഭക്തന്മാർ അനുഭവിക്കേണ്ടി വന്ന അനവധിയായ ദുരന്തങ്ങളുണ്ടായിരുന്നു. ദുരിതപൂർണമായ സാഹചര്യമായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെയൊരു സേവാ കേന്ദ്രം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ 60ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയില് ചെങ്ങന്നൂരിൽ ആരംഭിക്കണം എന്നതിനെ സംബന്ധിച്ച് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആരാധനായ അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം വളരെ ഗംഭീരമായ ചർച്ചകൾക്ക് ശേഷം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അഖില ഭാരതീയ അധികാരികളുടെ അനുമതിയോടുകൂടി ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. സമാജത്തിൽ ഏകതയും സമരസതയും സൃഷ്ടിക്കലാണ് ഭാരതീയ പാരമ്പര്യം എന്നും കേരളത്തിൽ സമരസതയ്ക്കുള്ള മൗലികമായ ഏകബിംബം അയ്യപ്പനാണ് എന്നും അനുഗ്രഹ പ്രഭാഷണം നടത്തിയ മാർഗദർശക് മണ്ഡലം ജനറൽ സെക്രട്ടറി സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി പറഞ്ഞു. രാജ്യത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ സേവാ കേന്ദ്രത്തിന്റെ ഖ്യാതി എത്തിച്ചേരും എന്ന് ക്ഷേത്രീയ സംഘടനാ സെക്രട്ടറി കേശവരാജു പറഞ്ഞു. ഭജന മണ്ഡപം, ആംബുലൻസ് സർവീസ്, അന്നദാന മണ്ഡപം, ഗോശാല എന്നിവയുടെ സമർപ്പണവും പരിപാടിയിൽ നടന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന തലത്തിൽ സ്കൂൾ കുട്ടികൾക്കായി സംഘടിപ്പിച്ച രാമായണ മത്സര വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനദാനവും നിർവഹിച്ചു. കൂടാതെ അയ്യപ്പ സേവാ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹായിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ട് പടിഞ്ഞാറ് ഭാഗത്തായി സംഘടന വാങ്ങിയ 40 സെന്റ് സ്ഥലത്താണ് അയ്യപ്പ സേവാ കേന്ദ്രം തുറന്നിരിക്കുന്നത്. 5000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഒരേ സമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 500 അയ്യപ്പ ഭക്തന്മാർക്ക് വിരിവെക്കാനും പ്രതിദിനം 5000 അയ്യപ്പ ഭക്തന്മാർക്ക് അന്നദാനത്തിനും പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാനുമുള്ള സൗകര്യങ്ങൾ കേന്ദ്രത്തിലുണ്ട്. അപ്പോൾ ഈ അയ്യപ്പ സേവാ കേന്ദ്രത്തിൽ വന്ന് അതിൻ്റെ ഉദ്ഘാടന ദിവസം തന്നെ ആദ്യത്തെ ദിനം തന്നെ അന്നദാനം കഴിക്കാനുണ്ടായ ഒരു ഭാഗ്യം കിട്ടിയത് ഈ അയ്യപ്പന്മാർക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവരോട് അവരുടെ ആ ഒരു അനുഭവം ചോദിച്ചറിയാം. ഞാനിപ്പം 11 വർഷമായി സ്ഥിരമായിട്ട് ശബരിമലയിലോട്ട് വരുന്നത്. പിന്നെ ആദ്യമായിട്ട് ഇങ്ങനൊരു അനുഭവം ഇവിടെ കിട്ടിയത്, അപ്പോൾ തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ ബസ് ഇറങ്ങി ട്രെയിൻ ഇറങ്ങിയതിൻ്റെ ശേഷം ഒരു അയ്യപ്പഭക്തനോട് ഭക്ഷണം കഴിക്കേണ്ട സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം വിശ്വ ഹിന്ദു പരിഷത്ത് ആദ്യമായിട്ട് തുടങ്ങിയൊരു അയ്യപ്പ ഭജന കേന്ദ്രം ഉണ്ട്, അവിടെ പോലെ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഇനിയുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഇതുപോലെയുള്ള സേവാ കേന്ദ്രങ്ങൾ തുടങ്ങട്ടെ എന്നാണ് ആശംസിക്കുന്നത്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് താലൂക്കിൽ കൊച്ചു ഗ്രാമമാണ്, പിന്നെ ബിരിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. എല്ലാവരും നിങ്ങൾ ബന്ധുക്കളാണ്? അച്ഛൻ, മകള്, ഏട്ടൻ. എന്താ മോക്ക് കാസർഗോഡ് നിന്ന് ഇപ്പം ഇവിടം വരെ സ്വാമിനെ കാണാൻ പോവാണ്? സ്വാമിനെ കണ്ടില്ലല്ലോ, സ്വാമിനെ കാണാൻ പോവല്ലേ? സ്വാമിയെ കണ്ടിട്ട് തിരിച്ചു വരികയാണോ? അയ്യപ്പനെ സുഖമായി തൊഴുതോ? സുഖമായി തൊഴുതു. അടുത്ത ആഴ്ച നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു 22 അയ്യപ്പ ശബരിമലക്ക് പോകുന്നുണ്ട്. ആ ഭക്തന്മാരോട് ഇവിടെ വന്നിട്ട് പിരിവ് വെച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് സൗകര്യങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പിന്നെ സേവാ സമിതി അംഗങ്ങൾ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് ചെയ്യാം. ഇതുപോലെ ഒരു ഭാഗ്യം കിട്ടി ഞങ്ങൾക്ക് നല്ല ഒരു സൗകര്യം. ഇത് ഇവിടെ വിരിവ് വെക്കാനും ഇതാക്കിയാണ് വന്ന് നല്ല ഒരു ഇതാണ്. അപ്പോൾ ഒരു അയ്യപ്പ ഭക്തർ ഞങ്ങളുടെ ഇറങ്ങുമ്പം ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇന്ന് ഇവിടെ
തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ഞാൻ കൊണ്ടുവരാം. അയാൾ തന്നെ ഇവിടെ കൊണ്ടുവന്നത് ആ അയ്യപ്പഭക്തൻ എന്നിട്ട് കൊണ്ടുപോയി. അതിനെ പറ്റിയിട്ട് നമുക്ക് നല്ല ഇതുണ്ട്. ഇനി ഏത് കാലത്ത് ഞാൻ വരുമ്പം ഇവിടെ വന്നിട്ട് പോകും. മണ്ഡല മകരവിളക്കിന് ശേഷം മാസപൂജാ സമയങ്ങളിലും കേന്ദ്രം അയ്യപ്പ ഭക്തന്മാർക്കായി തുറന്നു പ്രവർത്തിക്കും.